മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ഫണ്ട് പിരിവിൽ കോൺഗ്രസിനെതിരെ വീണ്ടും ആരോപണവുമായി സിപിഐഎം. ധനലക്ഷ്മി ബാങ്കിന് പുറമെ ഫെഡറൽ ബാങ്ക് അക്കൌണ്ട് വഴിയും പണം പിരിച്ചു എന്നതാണ് ആരോപണം. ഈ അക്കൌണ്ടിൽ നിന്ന് മറ്റൊരു അക്കൌണ്ടിലേക്ക് ലക്ഷങ്ങൾ പോയി. അക്കൌണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ സിപിഎമ്മിന് സമൂഹമാധ്യമ ചുമതല വഹിക്കുന്ന എം വി നികേഷ് കുമാർ കോൺഗ്രസിനെ വെല്ലുവിളിച്ചു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ഫണ്ടുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനെതിരായ ആരോപണങ്ങൾ സിപിഐഎം തുടരുകയാണ്. നിലവിൽ കോൺഗ്രസ് പുറത്തുവിട്ട കണക്ക് ധനലക്ഷ്മി ബാങ്ക് അക്കൌണ്ടിലേത് മാത്രമാണ്. മറ്റൊരു അക്കൌണ്ടിൽ കൂടി കോൺഗ്രസ് പണം പിരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിലുള്ള വെള്ളയമ്പലത്തെ ഫെഡറൽ ബാങ്ക് അക്കൌണ്ട് വഴിയാണ് പണം പിരിച്ചത്. 2024 തന്നെ ഈ അക്കൌണ്ടിൽ നിന്ന് മറ്റൊരു അക്കൌണ്ടിലേക്ക് ലക്ഷങ്ങൾ പോയിട്ടുണ്ട്. കൂടാതെ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പ്രവാസിയുടെ അക്കൌണ്ടിലേക്ക് പണം കൈമാറിയെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ എം വി നികേഷ് കുമാർ ആരോപിക്കുന്നു. ധനലക്ഷ്മി ബാങ്കിലെ അക്കൌണ്ടിൽ 5,38,21,632 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത് സംശയകരമായി തന്നെ തുടരുകയാണ്. അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടണം. നാട്ടുകാർ സംഭാവന നൽകിയ പണം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ്, എല്ലാം വൈറ്റ് മണി നൽകി നടത്തിയതെന്ന് KPCC പ്രസിഡന്റ് അവകാശപ്പെടുന്ന കച്ചവടത്തിന്റെ ഇടപാടുകൾ നടന്ന ഒരു അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് പുറത്തുവിട്ടുകൂടാ? ഈ അക്കൌണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാനും വീഡിയോയിൽ വെല്ലുവിളിക്കുന്നു. എം വി നികേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.